ഹലോ. ഇന്ന് ഞാൻ കുറച്ച് കൊള്ളി ആയിട്ടാണ് വന്നത്. എൻ്റെ നാട്ടിൽ പൂളാന്നും പറയും, പൂളാന്നും കപ്പാന്നൊക്കെ പറയും, പക്ഷെ ഇവിടെ കൊള്ളി എന്നാട്ടോ പറയാറ്. അപ്പം അമ്മയും കൂടെ വന്നതിനെ കൊണ്ട് ഓർക്കൊക്കെ നാടൻ എന്തെങ്കിലുമൊക്കെ സംഭവം വേണ്ടേ. അപ്പം കുട്ടീസിനും ഇഷ്ടമാണ് കേട്ടോ കൊള്ളി. അപ്പം കൊള്ളി ഇങ്ങനെ പുഴുക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാറില്ല, സാധാ കൊള്ളി പുഴുങ്ങിയതാക്കി കൊടുക്കുന്നല്ലാതെ പുഴുക്ക് അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പം ഇന്നൊരു കൊള്ളീനെ കൊണ്ട് പുഴുക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. കൊള്ളീനെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ കൊള്ളി നന്നാക്കുന്ന സമയത്ത് കുറച്ച് നൊസ്റ്റുകളുണ്ട്. കാരണം ഈ കൊള്ളീൻ്റെ ആ വൈറ്റ് പാർട്ടില്ലേ, കട്ടിയുള്ള കൊള്ളീൻ്റെ ആ തൊലിയില്ലേ, അത് കട്ട് ചെയ്തിട്ട് പണ്ട് പല്ല് പോലെ വെക്കേനു. മറ്റേ പ്രേതപ്പല്ലാന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പല്ല് പോലെ വെച്ച് എല്ലാവരെയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യാനും കേട്ടോ. അതൊക്കെ ആ ഒരു നൊസ്റ്റൊക്കെ ഓർമ്മ വന്നത് ചെയ്തപ്പോൾ. കുട്ടീസ് ഇന്നലെ പല്ലുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ. കാരണം ഒരു വട്ടം ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ എപ്പം കൊള്ളി കിട്ടിയാലും അവർ വരും പല്ലിന് വേണ്ടിയിട്ട്. അപ്പം അവർക്ക് ഇന്നലെ അത് ചെയ്ത് കൊടുത്തു. കൊള്ളി നല്ല രീതിക്ക് തന്നെ നമ്മൾ നന്നാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കുക കേട്ടോ. ഇത് കഴുകിയിട്ട് വേണം, നല്ല മണ്ണുണ്ട്, അതുകൊണ്ട് നല്ല രീതിക്ക് കഴുകിയിട്ട് വേണം അത് മുറിച്ചിടാൻ. അപ്പം ഇതിനിടയിൽ ഞാനൊരു കാര്യം കൂടെ പറയാണ്. ഞാൻ മെറ്റീരിയൽസിൻ്റെ സെയിൽസും കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽസിൻ്റെ സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇന്നലെ ലൈവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളി നമ്മൾ കഴുകി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടെടുത്ത് നല്ലോണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് കൊള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എങ്ങനെയാണ് കഴിക്കുക എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ രാത്രിത്തേക്കാണേ, അതുകൊണ്ട് അധികം എന്തായാലും ആരും കഴിക്കില്ല, എല്ലാവർക്കും കുറച്ച് മതിയാവും. അപ്പം കുറേ ഉണ്ടാക്കിയിട്ടില്ല, അത് വെറുതെ ആവേ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് എടുത്തത്. പണ്ട് അമ്പലത്തിലെ നമ്മൾ താലപ്പൊലി എടുക്കൂലേ, കർപ്പൂര ആരാധനയ്ക്കും അയ്യപ്പ വിളക്കിനൊക്കെ താലപ്പൊലി എടുക്കുമ്പോഴേ ഒരു മെയിൻ ഐറ്റം ഇതാണ് കേട്ടോ. നമുക്ക് താലപ്പൊലി എടുത്ത് നടന്ന് ക്ഷീണിച്ച് അമ്പലത്തിലെത്തുമ്പോൾ ഈ ഒരു, ഞങ്ങൾ പറയാ ഓങ്ക്രീം എന്നാ കേട്ടോ പറയാ, ഈ ഒരു പുഴുക്കിന് അതും ആ ചുക്ക് കാപ്പിയും കിട്ടണം. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇഞ്ചി സംബന്ധി ഉണ്ടാവും. പിന്നെ വേറെ ഒന്നും വേണ്ട. അത്രയും രുചിയുള്ള വേറൊന്നും കഴിച്ചില്ല. ചില അമ്പലങ്ങളിൽ ഈ പുഴുക്കിനൂടെ തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മളെന്തായാലും തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല, അല്ലാതെ തന്നെ നമ്മുടെ കൊള്ളി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു നേന്ത്രക്കായാണ് എടുത്തത്. അതുകൊണ്ട് അത് ആ ഞരമ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമ്മൾ മുറിച്ചിടാം. ആ ഒരു വെള്ളത്തിലേക്ക്, കായനെ കറയുണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചിടാം. അപ്പോൾ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ. കായൻ്റെ ആ തൊലിയും കൂടെ വേണം നമ്മളെ പുഴുക്കിൽ. അതുകൊണ്ട് നമ്മൾ ആ ഞരമ്പ് മാത്രമാണ് കളയുന്നത്. അപ്പം കീറി നമ്മൾ ചെറിയ കഷ്ണാക്കിയിട്ട് അതും ഇടുകയാണേ. അപ്പം അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അല്പം ചെറുപയർ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടേ. ചെറുപയർ ഉച്ചയ്ക്ക് എടുത്ത് കുതിർത്തി വെച്ചതാണ്. അപ്പം അത് കഴുകിയിട്ട് അതൊരു കുക്കറിൽ എടുക്കാം. അതൊരു കുക്കറിൽ എടുത്തതിന് ശേഷം നമുക്ക് ഈ കായ മുറിച്ചത് നല്ല രീതിക്ക് കഴുകി ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് എപ്പോഴും പണി കിട്ടുന്നൊരു കാര്യം കേട്ടോ.
കായ മുറിച്ച് പകുതി ആകുമ്പോഴേക്കും ഓർമ്മ വരിക വെളിച്ചെണ്ണ കൈ പുരട്ടണേ. കായൻ്റെ കറ ഇല്ലാതൊക്കെ വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. പക്ഷെ പിന്നെ ഓർമ്മ വരും. അപ്പോൾ നമ്മൾ കുക്കറിൽ, ചെറുപയറിൻ്റെ കുക്കറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കായും കൂടെ ചേർക്കുകയാണേ. കായും കൂടെ ചേർത്ത് ഇനി അതിലേക്ക് നമുക്ക് നമ്മളെ പൊടികളും ഉപ്പും ഒക്കെ ഇടാം. കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്, കാരണം കായും ചെറുപയർ രണ്ടും വെന്ത് കിട്ടണ്ടേ. അപ്പം വെള്ളം തീരെ ഇല്ലാണ്ടായാൽ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മുളക് പൊടി വേണം. പുഴുക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ പൊടികളൊക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി ചേർത്ത് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം പുഴുക്കിന് കുറച്ച് എരിവ് വേണം, തീരെ എരിവില്ലാണ്ടായാലും ഒരു രസമില്ല. അപ്പോൾ നമുക്കിനി അതും വേവാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. അപ്പം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണികൾ വേറെ ഉണ്ട്. ഞാനപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നാളികേരം ചിരവി അതിനെ 2 ഭാഗമായിട്ട് തിരിച്ച് വെച്ചു. അത് ഒരു ഭാഗം നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മളെ പുഴുക്കിലേക്കുള്ള അരപ്പാണ്. അതിന് പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നാളികേരം, അതാണ് നമ്മളെ പുഴുക്കിൻ്റെ അരപ്പിന് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ആ ജീരകം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് അരച്ചെടുക്കല ഒന്ന് ഒതുക്കിയെടുക്കുക, ഒന്ന് ഒതുങ്ങിയാൽ മതി കേട്ടോ. അപ്പം ആ ജീരകവും വെളുത്തുള്ളിയൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഗ്യാസൊക്കെ കയറുന്ന പ്രശ്നം വരും കൊള്ളി കഴിക്കുമ്പോൾ. അപ്പം വെളുത്തുള്ളിയും ജീരകമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നത്തിന് ഒരു പരിധി വരെ കുറവ് വരും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ നമ്മൾ അരച്ച ആ ഒരു അരപ്പ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം പച്ചമുളകും, ഇഞ്ചി, നാളികേരം, പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ അമ്പലത്തിൽ നിന്നൊക്കെ പുഴുക്ക് കിട്ടുമ്പോൾ അതിനോട് ഒരു ഇഞ്ചി ചമ്മന്തി കിട്ടുന്നു. ആ ഒരു ഇഞ്ചി ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ്, ചമ്മന്തി എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഇഞ്ചി ചമ്മന്തി തന്നെ പറയണം. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നാളികേരം നമ്മൾ എടുത്തത്. അത് നല്ല രീതിക്ക് തന്നെ അരച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയ പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ആ ഒരു വെള്ളം നമ്മുടെ മിക്സിയിലേക്കും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തേ. ഉപ്പ് കുറച്ചൊരു പൊടിക്ക് മേലോട്ട് വെക്കാം, കാരണം നമുക്കതിൽ തൈരും കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചമ്മന്തി അരച്ച് റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അതിലേക്ക് കുറേശ്ശെ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഞാനൊന്ന് നേർപ്പിച്ചിട്ടാണ്, കട്ടിത്തൈരല്ല, ഒന്ന് നേർപ്പിച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉപ്പൊക്കെ നോക്കുമ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമാണ്. അപ്പം പിന്നെ നമ്മുടെ ഇഞ്ചി ചമ്മന്തി റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് അത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആ സമയം കൊണ്ട് നമ്മളെ പുഴുക്കിൻ്റെ കാര്യം നോക്കാം. ഇതാ നമ്മളെ പുഴുക്കിൻ്റെ കൊള്ളി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ കായയും ചെറുപയറും വെന്തതും ഈ ഒരു ഇതിലേക്ക് തന്നെ യോജിപ്പിക്കാം. അപ്പം അത് ആക്കിയതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് അത് ഉടച്ചു കൊടുക്കാം. ആ കൊള്ളിയും കായയും ഉടച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പുഴുക്കിലേക്ക് ചേർക്കാനുള്ള അരപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഉടച്ചു ചേർക്കാം. നല്ലോണം കുത്തി ഉടക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ കഷ്ണവും ഇതുമായിട്ട് കിടന്നാലൊരു സുഖമില്ല. നമ്മൾ അത് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കടുകും വേപ്പിലയും പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് അതിലേക്ക് വേപ്പിലയും കൂടെ ഇട്ട് അതുമിട്ട് നമ്മൾ ഈ ഒരു പുഴുക്കിന് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഴുക്ക് താളിച്ചെല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ
പുഴുക്ക്, ഓങ്ക്രീം പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ആക്കിയാലോ. ആദ്യം തന്നെ പപ്പടം വെച്ച് കൊടുത്തു. ഇവിടെ പപ്പടം നിർബന്ധമാണ് കേട്ടോ ഈ ഒരു പുഴുക്കിന്. ഈ പുഴുക്ക് നല്ല കൊള്ളി എങ്ങനെ ഉണ്ടാക്കിയാലും പപ്പടം ഇവിടെ നിർബന്ധം. പിന്നെ അതിലേക്ക് കുറച്ച് പുഴുക്കിട്ട് കൊടുക്കുകയാണേ. നല്ല നല്ല ചൂടാവി പറക്കുന്ന പുഴുക്ക്. അപ്പോൾ പുഴുക്കിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചി സംബന്ധി ചേർക്കുകയാണേ. ആ ഒരു ഇഞ്ചി സംബന്ധി പുഴുക്കും എല്ലാം കൂടെ ചേരുമ്പോൾ വാവ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.